പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം ഏകാന്തതയിലും ഹല്ലേലൂയ ദുഃഖത്തിലും ഏതെല്ലാം വിഷയത്തിലൂടെ കടന്നു പോകുമ്പോഴും കടന്നു വന്ന് സഹായിക്കുന്ന, നമ്മോട് കൂടെ ഇരിക്കുന്ന നല്ലൊരു ദൈവത്തെക്കുറിച്ച്. ഹല്ലേലൂയ. അതായത് 38 യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് ഉത്തരം അരുളി ചെയ്തതെന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയും ഇരുളാക്കുന്നോരിവനാർ. ഹല്ലേലൂയ. നോക്കൂ, ചുഴലിക്കാറ്റിൽ കടന്നു വന്നാണ് യോബിനോട് ദൈവം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, ഇരുളിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, അവിടെ ഏതെല്ലാം അവസ്ഥയിലും കടന്നു വന്ന് നമ്മോട് സംസാരിക്കുന്ന നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ ഇരുളിനെ മാറ്റിത്തരുന്ന കർത്താപ്പച്ചൻ നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. യോബിന്റെ തന്നെ പുസ്തകം 42-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവനാർ. അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ നമ്മൾ ജീവിതത്തില് രുചിച്ചറിയുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ ആ മാഹാത്മ്യം നമുക്ക് മനസ്സിലാകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യോബ് പലവിധമായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കർത്താപ്പച്ചൻ ഹല്ലേലൂയ അവനോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും കർത്താവിനെ വേണ്ടും പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നോക്കൂ, ഇവിടെ പറയാ, നിനക്ക് സകലവും കഴിയുമെന്ന്. ഹല്ലേലൂയ. അന്നേരം അറിയുന്നേ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അവന്റെ ഭാര്യ പോലും അവനെ തള്ളിപ്പറ, യേശുവിനെ, നീ ദൈവത്തെ എന്തിനാ നീ വിളിക്കുന്നത്, നീ തള്ളിപ്പറ, നിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാ, നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടോ, എന്നിട്ട് നീ എന്താ ഈ ദൈവത്തെ മുറുകെ പിടിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മോടും പലരും ചോദിച്ചിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവമൊക്കെ കടന്നു വരുന്നല്ലോ, നീ നാളുകളായിട്ട് ദൈവത്തെയൊക്കെ വിളിക്കുന്നതല്ലേ, നീ നിന്റെ ദൈവത്തെയൊക്കെ വിട്ടിട്ട് നീ വീണ്ടും ഇവിടെ ഹല്ലേലൂയ മറ്റു മാർഗത്തിലൊക്കെ വാ, നീ അവിടെ പോയി ദൈവത്തെ വിളിക്ക, അവിടെ പോ, അവിടെ ഇതൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കാണും. പ്രിയ മക്കളെ, ഒരുവൻ കർത്താവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ വിട്ടുമാറുകയില്ല, അപ്പനെ ചേർത്ത് പിടിക്കുക തന്നെ തീരും. ഹല്ലേലൂയ. നിനക്ക് സകലവും കഴിയും. നമ്മുടെ കർത്താവിനാൽ കഴിയാത്തത് ഒന്നുമില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. നമ്മളെ പലവിധമായ പ്രശ്നങ്ങളിലൂടെ ഹല്ലേലൂയ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വരെ കൊണ്ടുപോകും. ഹല്ലേലൂയ. പല രോഗങ്ങളും നമ്മെ പിടിപെടുത്തും. ഹല്ലേലൂയ. എങ്കിലും കർത്താപ്പച്ചൻ നമ്മളെ ശോധനയിലൂടെ കടത്തിവിടുന്ന എന്തിനാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഒരു ശോധനയിലൂടെ കടത്തി വിടുമ്പോഴാണ് ഹല്ലേലൂയ അവസാനം അത് വെട്ടിത്തിളങ്ങുന്നതായിട്ട് ഹല്ലേലൂയ നല്ലൊരു ഉരുപ്പടിയായിട്ട് പുറത്തു വരുന്നത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ നമ്മൾ തള്ളിപ്പറയരുത്. പിറുപിറുക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ പറയുക, തെറ്റു സമ്മതിക്കുക, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരിവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവിനോട് കൂടെ നിന്നിട്ട് പോലും ഹല്ലേലൂയ നമുക്കറിയാം, പത്രോസ് ഹല്ലേലൂയ തള്ളിപ്പറയുന്ന അനുഭവം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ അനേക ഇടങ്ങളിൽ ഇതുപോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ. യേശുവിനെ അറിഞ്ഞിട്ട് ഹല്ലേലൂയ മറ്റുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരെ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുന്ന അനുഭവം. ഹല്ലേലൂയ. യേശുവിനെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞവർ ഹല്ലേലൂയ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. നമ്മുടെ ഏതവസ്ഥയിലും നമ്മോട് അടുത്തു വരുന്ന അപ്പൻ. ഹല്ലേലൂയ. ഇവിടെ യോബിനെ ചുഴലിക്കാറ്റിൽ കടന്നു വന്ന യോബിനോട് സംസാരിച്ചത് ഹല്ലേലൂയ നാം അറിയുന്നില്ല ഏത് വിധത്തിലാ നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുവാൻ കടന്നു വരുന്നതെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് 42-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 4-5 വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്, ഞാൻ നിന്നോട്
നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണാൽ, ഹല്ലേലൂയ, നമുക്ക് അപ്പനെ കാണുവാൻ കഴിയണം. നമ്മുടെ ശോധന അവസ്ഥയിലൂടെ, ഹല്ലേലൂയ, കടത്തിവിട്ടപ്പോഴും ചേർത്തു പിടിക്കുന്ന അപ്പന, ഹല്ലേലൂയ. യോബിനെ പല അവസ്ഥയിലൂടെ കടത്തിവിട്ടപ്പോഴും യോബ് കർത്താവിനെ തള്ളി പറഞ്ഞില്ല. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. പ്രിയ മക്കളെ, കഷ്ടതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും കർത്താവിനെ ചേർത്ത് തന്നെ പിടിക്കണം. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ മുമ്പിൽ. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഹല്ലേലൂയ. കർത്താവിനെ എപ്പോഴും സ്തുതിക്കുന്നവരായി, അപ്പന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായി, സന്തോഷവേളയിലും ദുഃഖവേളയിലും, ഹല്ലേലൂയ, കർത്താവിനെ വാഴ്ത്തുന്നവരായി തീരണം. കർത്താവിന് മഹിമ കൊടുക്കണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. 42 വാക്യം 9 പറയുന്നുണ്ട്, യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ ആദരിക്കുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിലും പിടിച്ചു നിൽക്കുന്നവനെ ദൈവം കൈവിടില്ല. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ കുറവുകൾ സമ്മതിക്കുമ്പോൾ ദൈവമുഖം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് 19-ാം അധ്യായത്തില് സക്കായിയെ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സക്കായി യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ, ഹല്ലേലൂയ, മരത്തിൽ കയറിയെങ്കിലും, ഹല്ലേലൂയ, യേശു അവിടെ ചെന്നപ്പോൾ, ഹല്ലേലൂയ, മരത്തിലേക്ക് മുകളിലോട്ട് നോക്കിയപ്പോൾ സക്കായിയെ കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. സക്കായി യേശുവിനെ അറിഞ്ഞ പ്പോൾ, ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുമോ. ഹല്ലേലൂയ. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രിയ മക്കളെ, നമ്മുടെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ, കർത്താപ്പച്ചന്റെ മുഖം കാണുമ്പോൾ നമ്മുടെ കുറവുകൾ, ഹല്ലേലൂയ, നമുക്ക് തന്നെ കാണുവാൻ കഴിയും. ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, വന്നിട്ട് സക്കായിയെ കുറിച്ച് കർത്താപ്പച്ചൻ പറയും. നോക്കൂ, യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആകയാൽ ഇന്ന് നീ ഈ വീട്ടിന് രക്ഷ വന്നു. യേശു അപ്പച്ചൻ കയറി വരുന്ന വീട്ടില് രക്ഷയാ, അപ്പനെ സ്വീകരിക്കുന്നവരുടെ ഭവനത്തിൽ രക്ഷയാ, സന്തോഷമാ, സമാധാനമാ. ഈ ദിനങ്ങളിൽ കർത്താവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാം. അപ്പാ, എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ. നമുക്ക് ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ തന്നെ ശിഷ്യന്മാർ ഉറങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. 45-ാം വാക്യത്തിൽ അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പ്രിയ മക്കൾ, ഈ ദിവസങ്ങൾ ഉറങ്ങിയിരിക്കുവാനുള്ളവരല്ല, ഉണർന്ന് കർത്താവിന് വേണ്ടി, ഹല്ലേലൂയ, കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്നവരായി തീരാം. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ ഏറ്റു പറയാം. യേശുപ്പന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ മുഖം കാണുന്ന അപ്പൻ, ഹല്ലേലൂയ, നമുക്ക് അപ്പന്റെ മുഖം കാണുവാൻ കഴിയും. നമ്മൾ അപ്പനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും, ഹല്ലേലൂയ, തമ്മിൽ കാണുവാൻ കഴിയും. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ അപ്പാ, അങ്ങയുടെ സന്നിധി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. തെറ്റു സമ്മതിച്ചു കർത്താവിന്റെ സന്നിധി കുറവുകൾ ഏറ്റുപറയുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് കാണുവാൻ ഇടയായിത്തീരും. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് വലിയ വിടുതലുണ്ടാകട്ടെ. അവരവരെ തന്നെ ഒന്ന് ചിന്തിക്കുവാൻ, ഒന്ന് മനസ്സിലാക്കുവാൻ, കുറവുകൾ ഏറ്റുപറയുവാൻ ദൈവമേ സഹായിക്കണമേ. അപ്പനെ ഒന്ന് കാണുവാനുള്ള കൃപ ദൈവം കൊടുക്കണമേ. കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.